ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ചെറിയൊരു ഇൻഫർമേഷനാണ്. പല ആളുകളും ഓരോ ഷോപ്പുകളുടെ മുമ്പിലായിട്ട് LED സ്ക്രോളർ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ കസ്റ്റമേഴ്സിനെ കടയിലേക്ക് ഇൻട്രാക്റ്റ് ചെയ്യാവുന്ന രീതിയിലേക്ക് അവരുടെ പരസ്യങ്ങളും അതുപോലെ തന്നെ അവരുടെ അഡ്വർടൈസ്മെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ നമുക്ക് ചെറിയൊരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഒന്നിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫംഗ്ഷന് കുറച്ചൊരു ക്ലാരിറ്റിയോ അല്ലെങ്കിൽ കുറച്ചൊരു ക്വാളിറ്റി കിട്ടാൻ വേണ്ടി നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് LED സ്ക്രോളർ വെച്ചുകൊണ്ട് നമുക്ക് ചെറിയൊരു പരിപാടി ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെ ഇതിലോ കാര്യങ്ങൾ നമുക്ക് വർക്ക് ചെയ്യുക, എങ്ങനെയാണിത് ഈ ഒരു നമുക്ക് LED സ്ക്രോളറായിട്ട് ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങൾ ഞാൻ വഴിയെ കാണിച്ചു തരാം. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. വീഡിയോക്കും ലൈക്കും കൂടി സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിരിക്കുക. ഓക്കെ, അപ്പം വീഡിയോക്ക് ലൈക്ക് ചെയ്യുക മറക്കരുത്. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ ഇൻ്റർഫേസിൽ ഇതുപോലെ ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ കുത്തി നിറക്കുന്ന ഒരു ആപ്ലിക്കേഷൻ അല്ല. ഇവിടെ നിങ്ങൾക്ക് ഹാപ്പി വേൾഡ് എന്നാണ് കാണിക്കുന്നത്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഫംഗ്ഷൻ, ഇപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ആണെന്നുണ്ടെങ്കിൽ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ആണെങ്കിൽ ജസ്റ്റ് ആ ഒരു ഫംഗ്ഷൻ ഒന്ന് ക്വാളിറ്റി ലഭിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ നിങ്ങൾ എൻ്റർ ചെയ്തിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതായത് നിങ്ങൾ ഇനിയിപ്പോൾ ആരുടെ പേര് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അതുപോലെ പേരും കൂടി എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ഹാപ്പി ബർത്ത്ഡേ എന്ന് കൊടുത്തു. സോ ഓക്കെ, അപ്പം ജസ്റ്റ് ഒരു ഉദാഹരണം എന്ന രീതിയിൽ മാത്രമാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്കൊരു ഷോപ്പുണ്ട്, അതായത് എൻ്റെ ചെറിയൊരു ഹോട്ടലുണ്ട്. ഈ ഒരു ഹോട്ടലിൻ്റെ മുമ്പിൽ ഇപ്പം നമ്മളെ ഗ്ലാസ് ആയിരിക്കുമല്ലോ. അപ്പോൾ ആ ഗ്ലാസിൻ്റെ ഒക്കെ സൈഡിലായിട്ട് നമുക്ക് നമ്മുടെ ഫോൺ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആളുകൾ ഇങ്ങനെ കടന്നു വരുന്ന സമയത്ത് തന്നെ നമ്മളെ ആളുകളെ ഒരു ഇൻട്രാക്റ്റ് ചെയ്യാവുന്ന രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളെ അവിടെയുള്ള ഓപ്ഷൻസുകളൊക്കെ, അതായത് നമുക്ക് എന്തൊക്കെയാണോ ഭക്ഷണങ്ങളുള്ളത് അതിൻ്റെ ആ മെനുകളൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തുകൊണ്ട് ഇവിടെ വെക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാനിവിടെ സ്പീഡിൽ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ 24 hours ഹോട്ടൽ ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഞാനിവിടെ ഈ ഹോട്ടലുള്ളത് ബിരിയാണി, അതുപോലെ തന്നെ മന്തി, ഇങ്ങനെ തുടങ്ങിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിവിടെ എൻ്റർ ചെയ്യുന്നു. സോ ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ ഞാനിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യുന്നുണ്ട്. ശേഷം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കുറച്ച് ബട്ടൺസ് കാണാൻ പറ്റും. ഈ ബട്ടൺസ് ഒക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് വലത് ഭാഗത്ത് നിന്ന് ഇടത് ഭാഗത്തോട്ടാണ് നിങ്ങൾക്ക് സ്ക്രോളർ ചെയ്യുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റ് ഐക്കണിലാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഹോട്ടലിൻ്റെ പേരും കൂടി ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും വലത് ഭാഗത്ത് നിന്ന് ഇടത് ഭാഗത്തോട്ടാണ് സ്ക്രോളിങ് വരുന്നത്. അപ്പോൾ എനിക്ക് ഇനിയിപ്പം ഇടത് ഭാഗത്ത് നിന്ന് വലത് ഭാഗത്തോട്ട് സ്ക്രോളിങ് വരാൻ വേണ്ടി, അതായത് ഈ ഒരു വലത് ഭാഗത്തോട്ടുള്ള ഈ ഒരു ബട്ടൺ കാണാൻ സാധിക്കും. ഈ സ്റ്റോപ്പ് എന്ന ബട്ടത്തിൻ്റെ തൊട്ട് ഇടതുവശത്ത് കാണുന്ന അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്ക്രോളിങ് വരുന്നത് ഇടത് ഭാഗത്തോട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ വലതു ഭാഗത്തോട്ടാണെന്നുണ്ടെങ്കിൽ ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് എന്ന ബട്ടൺ ക്ലിക്കിലോടുകൂടി അത് അതുപോലെ സ്റ്റോപ്പായി നിൽക്കുന്നതായിരിക്കും. ഓക്കെ, ശേഷം നിങ്ങൾക്ക് ഇവിടെയായിട്ട് ഈ ഒരു മൈനസും പ്ലസും ബട്ടണും കാണാൻ പറ്റും. ഇത് നിങ്ങളുടെ വലുപ്പം കൂട്ടുന്നതും, അതായത് അക്ഷരങ്ങളുടെ വലുപ്പം ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും ഉപയോഗിക്കുന്ന ബട്ടൺസാണ് ഈ ഒരു പോസിറ്റീവും നെഗറ്റീവും ബട്ടൺ. ഓക്കെ, ഈ ഒരു 5 ബട്ടണിനെ കുറിച്ച് ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ശേഷം ഇനി നെക്സ്റ്റ് ബ്ലിങ്ക് ആണ്. ബ്ലിങ്ക് എന്ന് പറയുന്നത് സ്പീഡാണ്. അപ്പം നമുക്ക് എത്രത്തോളം സ്പീഡിൽ നമുക്ക് ഇത് പോകണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് സ്വൈപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഈ ഒരു ബ്ലിങ്ക് എന്ന ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ പക്ഷേ ടെക്സ്റ്റ് കളറാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വെക്കാൻ സാധിക്കുന്നതായിരിക്കും ടെക്സ്റ്റ് കളർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പം ഇവിടെ ഒരു ബ്ലാക്കിൽ യെല്ലോ ആയിരിക്കും ഒന്നുകൂടി ബെറ്ററായി കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പം ഇവിടെ ഒരു യെല്ലോ കളറിലേക്ക് സ്വിച്ച് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ബാക്ക് കളർ, അതായത് നമ്മളെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വരുന്ന കളർ അത് നമുക്ക് ഏതാണ് വേണ്ടത് അത് നിങ്ങൾക്ക് ഇവിടെ സ്വിച്ച് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ ഗ്രീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ സ്റ്റാർട്ട് എന്ന ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യലോടുകൂടി നിങ്ങൾക്ക് ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ബിസ്മി ഹോട്ടൽ 24 hours ബിരിയാണി, മന്തി, അൽഫാം. അപ്പം ഞാൻ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഉദാഹരണത്തിൽ കാണിച്ചു തരാൻ വേണ്ടി ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഇതുപോലെ നമുക്ക് സ്ക്രോൾ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ മൊബൈൽ ഫോൺ ഇങ്ങനെ ആ ഒരു ഗ്ലാസിൻ്റെ മുമ്പിലൊക്കെ
വെച്ചുകൊണ്ട് ആളുകളിലേക്ക് കടന്നു വരുന്ന സമയത്ത് തന്നെ അവർക്ക് റീഡ് ചെയ്യാനും ഇനിയിപ്പോൾ നമുക്കൊരു ടാബൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടിയും ബെറ്റർ ആയിരിക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് ആളുകളിലേക്ക് കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. നമുക്ക് സ്പീഡ് ആണെങ്കിലും കുറക്കാനോ കൂട്ടാനൊക്കെ നമുക്ക് ഇതിൽ തന്നെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഷോപ്പുകളുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഇതുപോലെ ഫംഗ്ഷൻ നടക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. കൂടുതൽ ഇൻഫോർമേറ്റീവ് എന്ന യൂസ്ഫുൾ ആകുന്ന വീഡിയോസ് നിങ്ങളുടെ മൊബൈലിലോട്ട് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. സോ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.